ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ്. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു ക്ലേ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പുറത്തേക്ക് ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് സോയിൽ ക്ലേ വെച്ചിട്ടാണ്. ഒരു ദിവസം ട്രെൻഡായി നിന്നൊരൈറ്റാണ് ഈ സോയിൽ ക്ലേ. നമ്മുടെ വീട്ടിലുള്ള മണ്ണൊക്കെ വെച്ച് നമുക്ക് സോയിൽ ക്ലേ ഉണ്ടാക്കാം കേട്ടോ. സോയിൽ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഇടാം. ഇത് ഞാൻ ഉണ്ടാക്കിയ സോയിൽ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇടയിൽ ഊരിക്കളയാൻ നിങ്ങൾക്ക് കാണാം. എന്തായാലും നമുക്ക് ഇത് തുറക്കാം. ഇങ്ങനത്തെ ഏട്ടായിട്ട് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ സോയിൽ ക്ലേ ഒന്നും കട്ട പിടിക്കാണ്ട് കിട്ടും. ഇത്രയും സോയിൽ ക്ലേ ഇപ്പം നമ്മളെ ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോയിൽ ക്ലേ. ഗ്ലൗസ് ഒക്കെ ഊരി കളഞ്ഞു. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ക്ലേ എടുക്കാം. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ട്. കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് നല്ല ഇടിച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടാവുന്നൊക്കെ പറയണേക്കാം. നമ്മൾ നല്ലോണം കുഴച്ചെടുത്തൊക്കെ സെറ്റായി കിട്ടും. പിന്നെ അതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ ഒരുവിധം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിക്ക് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. പരത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കോയിലോ കാര്യങ്ങളൊക്കെ എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ കൈവച്ച് പരത്തിയെടുത്താലും മതി. നമ്മൾ ഇടയിൽ കുറച്ച് വെള്ളം എടുത്തേക്കണം. വെള്ളം ഇതുപോലെ നമ്മളെ വിള്ളലൊക്കെ വരുന്നിടത്ത് ആക്കി കൊടുത്താൽ വിള്ളലൊക്കെ പോയി കിട്ടും കേട്ടോ. തിരിച്ചു വെച്ച് കൊടുക്കുക. ക്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ക്ലേ ആയതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്നതല്ലെങ്കിലും നമ്മൾ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുക. എന്നാലാണ് നമ്മൾക്ക് പൊട്ടാതെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കട്ടിയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് പൊട്ടും കേട്ടോ, നല്ല രീതിക്ക് പൊട്ടും. അത് ഏത് ക്ലേ ആയാലും വേണ്ടില്ല, നല്ല കട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഞാനൊന്ന് ഇതുകൊണ്ട് ഉരുട്ടിയെടുക്കാൻ നോക്കിയാണ്, വെറുതെ ആയിപ്പോയി. പിന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഞാൻ റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് റൗണ്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്യണ്ട. എൻ്റെ കയ്യിൽ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ടൂൾസ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഓരോ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഞാൻ ഇതാ റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തു. പിന്നെ മഷിലാത്ത പേനയാണ് കേട്ടോ വേണ്ടത്. പിന്നെ കത്തി ഉണ്ടായിരുന്നു, പഴയൊരു കത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുക്കുക, ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ക്ലേ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത് റൗണ്ട് എടുത്ത് അതുപോലത്തെ നമുക്ക് റൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ നമ്മൾ മുറിച്ചെടുത്തോണ്ട് തന്നെ കുറച്ച് പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ രണ്ട് സൈഡും കറക്റ്റ് അല്ലേ നോക്കണം. ഒരു സൈഡ് മാത്രം കറക്റ്റ് ആയാൽ ശരിയാവില്ല. എന്ന് വെച്ചാൽ ഒരു സൈഡ് കറക്റ്റ് ആയിരിക്കും, അപ്പുറത്തെ സൈഡിൽ വിള്ളലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉണങ്ങി വരുമ്പോൾ പൊട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ മുന്നേ ക്ലേ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഇതുപോലെ അടിയിലൊന്നും നോക്കാണ്ട് ചെയ്തിട്ട് അടിയിൽ വിള്ളലുള്ളതുകൊണ്ട് തന്നെ കുറേ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഒരു റൗണ്ട് സെറ്റായിട്ടുണ്ട്. അതിനുള്ള അടിയത്തെ ഭാഗമാണ് നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി മോൾ ഭാഗം സെറ്റാക്കണം. അതായിരുന്നു ടാസ്ക് കേട്ടോ. നല്ല പണി ഉണ്ടായിരുന്നു. ആ ഒരു ഇത് അങ്ങനെ ഒരു വളച്ച് വെക്കുന്നതാണ് നമ്മൾ ക്ലേ വെച്ചിട്ട് ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാണ്ട്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ അത് കുറേ കഷ്ടപ്പെട്ട് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുത്തത്. അത് വെക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ, ആ ഒരു ക്ലിപ്പ് മാത്രം പോയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ വെട്ടുന്നൊക്കെ ഉണ്ട് ഞാൻ. ഏകദേശം ഇതുപോലൊക്കെ ഒരു കഷ്ണം വെട്ടിയെടുക്കണം. പക്ഷെ ഇത് ചെറുതാണ് കേട്ടോ. ഇതുപോലെ 2 കഷ്ണം വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്.
ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് വന്നിട്ടുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിലത്തേക്ക് വന്നത്. മഴ എന്നെ ചതിച്ച്, മഴ ഒന്നും പെയ്തില്ല. അപ്പോൾ ഞാൻ പിന്നെയാണ് കേട്ടോ ഈ ക്ലിപ്പ് കിട്ടാതെ ആയതുകൊണ്ട് അതുപോലെ ഒരു കഷ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ക്ലേ നന്നായി പരത്തിയെടുക്കുക. ഞാനൊരു റൗണ്ട് വെച്ച് വരച്ച് നോക്കും, റൗണ്ട് ഉണ്ടാക്കി നോക്കി. പക്ഷെ അത് ഭയങ്കര ചെറുതായി. അപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് വലുതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുറച്ച് വലുതുണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഞാനതിൽ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസൊക്കെ വീട്ടിൽ ലഭിക്കുന്നതാണ് കേട്ടോ. വീട്ടിലുള്ള എന്തും നിങ്ങൾക്ക് ടൂൾസ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ യൂസ് ചെയ്ത സാധനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഓല, വടി അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടൂൾസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. മൂടി ഒരുവിധം സെറ്റായപ്പോൾ അതിന് മോളിൽ വെക്കാനുള്ള ഇങ്ങനത്തെ ഒരു ബോൾ ഉണ്ടാക്കിയെടുത്തു. ഞാൻ പിന്നെ നിൽക്കുന്നുണ്ടാവും ഈ ഈരി വലിക്കുന്ന സംഭവമില്ലേ, അതാണ് കേട്ടോ. ഇങ്ങനത്തെ ഇതിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ടൂൾസ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ കുറച്ച് ക്രാക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബോൾസും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതുപോലെ ആക്കി കൊടുക്കുന്നു കേട്ടോ. മുടി കുറച്ച് വലിപ്പമുണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് ഡ്രൈ ആവണം. നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരുവിധമൊക്കെ ഡ്രൈ ആയി കിട്ടിയാലാട്ടോ സെറ്റ് ആവുള്ളൂ. ഇത് മൂടി പാത്രത്തിനായിട്ട് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിൻ്റെ അതേ വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഞാൻ. അടിഭാഗം നമ്മൾ കറക്റ്റ് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ വിള്ളൽ വന്നിട്ടുണ്ടാവും. വെള്ളമാക്കിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്, ഷേപ്പാക്കണത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളായിട്ട് ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഗായ്സ്. ഇതാണ് ഫൈനൽ റിസൾട്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ.